ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്, ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഓഫർ ടൈമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, എന്താണ്? എനിക്ക് സൺ കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. കറന്റ് എനർജി 5 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി ആണിത്. ഇവിടെ ഫസ്റ്റ് നമുക്ക് സൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ഒരു റീബർത്ത് സംഭവിച്ചിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. അതായത് ലൈഫിൽ സക്സസ്സുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് കാർഡിൽ ഇവിടെ 5 ഓഫ് പെൻഡക്കിളിനകത്ത് ഇത് അപ്രൈറ്റ് അല്ല, റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ലോസുകൾ, ഓക്കെ, അവർ പല കാര്യത്തിലും അവർക്ക് തോൽവികൾ ഉണ്ടായിരുന്നു. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും അതുപോലെ ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ഡൗൺ എനർജി ഇവിടെ കാണുന്നുണ്ട്. സോ അവർക്ക് ഉണ്ടായിരുന്ന തോൽവികൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവർ റിക്കവറി ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്നും ഒരു റീബേർത്ത്, ഓക്കെ, അതായത് അതിനെയെല്ലാം അവർ തരണം ചെയ്ത് ഒരു പുതിയ റീബേർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഒരു സ്പിരിച്വാലിറ്റി ആണ് കാണിച്ചു തരുന്നത്. ആൻഡ് ഇവർക്ക് കാർമിക് ലെസൺ ഈ പേഴ്സൺ ഒരുപാട് എടുത്തു കഴിഞ്ഞു. ഇപ്പം ലൈഫിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ അവർ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ അതിനുള്ള ഒരുപാട് ലെസൺസ് ഈ പേഴ്സൺ, അത് കാർമിക് ലെസൺസ് ആണ്, അതായത് കർമ്മ കിട്ടുക എന്ന് പറയും. സോ ആ ഒരു സ്റ്റേജിലൂടെ അവർ പോയി കഴിഞ്ഞു. അത് ബേസ് ചെയ്തിട്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഒരുപാട് ചേഞ്ചും ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ഒരു റീബേർത്ത്, അവരുടെ ലൈഫിൽ സെലിബ്രേഷൻസ്, റീബേർത്ത്, അതുപോലെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവുക. അവർ സ്റ്റക്ക് എനർജി എല്ലാം മാറ്റി ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഹാപ്പിനെസ് വേണ്ടത്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ അവർ ഡിലീറ്റ് ആക്കണം. ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നല്ലോ അവർക്ക് ഓൾറെഡി, അതിനെ അവർ മാറ്റുകയാണ്. എന്നിട്ട് അവർക്ക് സക്സസ് വേണ്ട അതിലേക്ക് അവർ മൂവ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. സോ എല്ലാം റിക്കവർ ചെയ്തെടുക്കുകയാണ്. അവർക്കൊരു പോസിറ്റീവ് ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഫോർഗീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ അവരോട് ചെയ്തായിക്കോട്ടെ, നിങ്ങളിപ്പം അവരുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണ്, മാപ്പ് തരാനും തയ്യാറാണ് എന്നുള്ള രീതിയിലൂടെ കാണുന്നുണ്ട്. ആൻഡ് തേർഡ് കാർഡ് ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഈഗോ ക്ലാഷിംഗ് ഉണ്ടായിരുന്നു, നിങ്ങൾ പരസ്പരം ഒരു ഈഗോ ക്ലാഷിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോസിറ്റീവ് ചേഞ്ചിൻ്റെ ഇടയിലും ഈ പേഴ്സൺ സ്റ്റിൽ അവരുടെ മൈൻഡിനകത്ത് എന്താ പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ഫൈറ്റിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോർമലി എൻഡ് ആവട്ടെ, അല്ലെങ്കിൽ അതിങ്ങനെ എഗെയിൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എഗെയിൻ നിങ്ങളിലേക്ക് വന്നിട്ട് പ്രശ്നങ്ങളൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാതെ, അല്ലെങ്കിൽ എഗെയിൻ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് അടിപിടി കൂടാതെ അതിൻ്റെ വഴിക്ക് തന്നെ സ്ലോ ആയിട്ട്, അതായത് കുറേ നാൾ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ ഓർക്കാതിരിക്കുമ്പം, ആവർത്തിച്ച് ഓർക്കാതിരിക്കുമ്പം അത് അവസാനിച്ചോളും എന്നുള്ള മൈൻഡിൽ അവിടെ ഇങ്ങനെ പിന്നെയും അതിനെ ഇങ്ങനെ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് അവസരം തരാതെ അവർ മാറി നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മേ ബി അവരങ്ങനെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളും ഈഗോയും, അതുപോലെ അവരുടെ അടുത്ത് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് പോലത്തെ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ ആ പേഴ്സൺ ചിന്തിക്കുന്ന ഇത്രമാത്രമാണ്, സൈലന്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് ഒരു വഴിക്ക് അതങ്ങ് ഒതുങ്ങിക്കോളും. ദെൻ നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്ട് എന്നുള്ള രീതിയിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി 3 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൺ ഭയങ്കര ഡൗൺ എനർജിയിലൂടെ കാണുന്നില്ല. അവരുടെ എനർജിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നു, ഹാപ്പിനെസ് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതായത് ഈ പേഴ്സൺ ഇപ്പം
എപ്പോഴും നോക്കുമ്പം ഉള്ള ഒരു സാഡ് എനർജി അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ അങ്ങനെയുള്ള ഒരു സ്റ്റേജ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അവർക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചെടുക്കാൻ ഒരു പോസിറ്റീവ് ചേഞ്ച് സംഭവിച്ചവരാണ്. പിന്നെ ഇവിടെ ഒരു കർമ്മ കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്, കാർമിക് ലെസൺസ് എടുത്തായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, നിങ്ങളെ എഗെയിൻ ചതിക്കുന്നു എന്നുള്ള രീതിയിലും നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, എന്തായാലും ഈ പേഴ്സൺ ഹാപ്പിയിലാണ്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ആദ്യം നോക്കുന്നത്. ഇവിടെ എനിക്ക് 3 ഓഫ് പെൻഡക്കിൾ, 7 ഓഫ് പെൻഡക്കിൾ, 4 ഓഫ് സോട്ട്സ് ആൻഡ് 7 ഓഫ് സോട്ട്സ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാർഡ് കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, നിങ്ങളുടെ അയൽവാസിയാണ്, നെയ്ബറാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയൊക്കെ, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കൂടെ നിന്ന് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാനും കൂടെ ഏത് സമയം ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കൂടെ ഒരു ടീം വർക്ക് പോലെ കൂടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിൽ കൂടെ നിൽക്കുക. ഓക്കെ, ഒരു എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുക എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ഫീലിങ്സ് തന്നെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ 7 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് അടുക്കണമെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരുടെ ഫീലിങ്സ് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളത് വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ടൈം എടുക്കും, നിങ്ങളത് വിശ്വസിപ്പിക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ള രീതിയിൽ ഈ പേഴ്സണ് ഒരുപാട് ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ഇമോഷണലി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർക്ക്. പക്ഷെ അതൊരിക്കലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് ട്രസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് കാരണമായിരിക്കാം, ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ കാരണമായിരിക്കാം നിങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അത് ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാം. സോ ഇവർ നല്ല രീതിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ, ഒരു സമയം എടുക്കും എന്നുള്ളത് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാം. ഇത് മാത്രമേ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതും അവർ വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 4 ഓഫ് സോട്ട്സിന്റെ എനർജിയാണ്. നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പം ഈ ഒരു കാർഡ്, ഇത് റെസ്റ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ കറന്റ്ലി എന്നുള്ളത് പറയാം. അതായത് അവർ റെസ്റ്റ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യാണ്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ എന്ത് തേർഡ് പാർട്ടീസുകൾ ഉണ്ടെങ്കിലും ഈ പേഴ്സൺ അതിൽ നിന്നും റിക്കവറി ആവാണ്. ഓക്കെ, അതായത് ചുറ്റിനുമുള്ള അവസ്ഥകളെല്ലാം തന്നെ ഒരു എൻഡ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക. പെട്ടെന്ന് നിങ്ങളിലേക്ക് തേർഡ് പാർട്ടീസുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വെച്ചിട്ട് എഗെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഫൈറ്റിംഗ്, അത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെയും ഫൈറ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ആർഗ്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു സൈഡ് ആക്കണം എന്നുള്ള രീതിയിൽ, ദാറ്റ് മീൻസ് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ സൈഡ് ആക്കണം, ഇതെല്ലാം റിക്കവർ ചെയ്തെടുക്കണം, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു വികാരം അവർക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ആൻഡ് ഇവിടെ 7 ഓഫ് സോട്ട്സിന്റെ എനർജി വരുന്ന സമയത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി. അതായത് നിങ്ങളടുത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അത് ഒരു കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ അത് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള എല്ലാം തുറന്നു പറയാൻ പാകമാവുന്ന ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് തുറന്നു പറച്ചിലാണ്. ഓക്കെ, അതായത് അത് എപ്പോഴും എന്ത് സംഭവിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഡിങ് ഇല്ലാതെയുള്ള ഒരു സംസാരം, അത് ദിവസവും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. മേ ബി ഈ സംസാരം ഇല്ലായ്മയും കോണ്ടാക്ട് ഇല്ലായ്മയൊക്കെ ആയിരിക്കാം ഓരോ പ്രശ്നങ്ങളിലേക്ക്, ഓരോ റിലേഷൻഷിപ്പും എത്തിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അത് അറിയാം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അവരുടെ ആഗ്രഹം കൂടിയാണ്. മേ ബി നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം, ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു ആക്ഷൻ നിങ്ങളടുത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളതും കൂടി നോക്കാം. 8 ഓഫ് കപ്സ്, ലവേഴ്സ്, 9 ഓഫ് പെൻഡക്കിൾസ്, Ace of Swords, Knight of Cups, ചാരിയറ്റാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. പേജ് ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കോണ്ടാക്ട് പ്രതീക്ഷിക്കാം, അവരുടെ എഗെയിൻ പ്രപ്പോസൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവട്ടെ എന്നുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കാം. നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോഴും അവരുടെ ഹൃദയം ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കണം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ് ഒരു റൊമാൻറ്റിക് എനർജി നിങ്ങളടുത്ത് തോന്നുക.
അതായത് ഇത് അവരുടെ തോട്ട്സ് ആണ്. നിങ്ങളടുത്ത് അവരുടെ ഹൃദയം ഓപ്പൺ ചെയ്ത് കാണിക്കണം, മീൻസ് അവരുടെ സ്നേഹം തുറന്ന് കാണിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് സോർട്സ് ഒരു മെൻ്റൽ ക്ലാരിറ്റി ആണ്. അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ ചിന്താഗതിയിൽ അവരുടെ ഈഗോകൾ മാറിയിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് സെയിം നിങ്ങളുടെ ഈഗോ മാറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നു. ദാറ്റ് മീൻസ് നിങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യലി ആയാലും അല്ലാതെ എല്ലാ തരത്തിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ജീവിക്കുന്നതായിട്ട് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അവരത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതായത് ഇപ്പം റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര സ്ട്രഗിൾ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ആ പേഴ്സൺ നിങ്ങളെ വിചാരിക്കണില്ല. അതും ചിന്തിക്കണതാണ്. അതിൻ്റെ 8 ഓഫ് കപ്സ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കാർഡായിരുന്നു. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാകാം. നിങ്ങളിപ്പം കറൻ്റ്ലി നിങ്ങളിപ്പം ആ പേഴ്സണെ കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി ചെല്ലാനോ ഒന്നും നോക്കുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അത് തന്നെയായിരിക്കും ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് നിങ്ങൾ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തോട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും അവർ പ്രപ്പോസ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വേഗം അവസാനിപ്പിച്ച് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നതും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാവാം. ആൻഡ് ഇവിടെ ലവേഴ്സ് കാർഡ് നമുക്ക് സെക്കൻഡ് കാർഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാർഡ് ഞാൻ കാണിച്ചു തരുന്നില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവേഴ്സ് കാർഡ് പറയണ്ടല്ലോ, നിങ്ങളടുത്ത് ഒരു അട്രാക്ഷൻ തോന്നുക, ഒരു അൺകണ്ടീഷണൽ ലവ് തോന്നുക, നിങ്ങളടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിങ്സ് തോന്നുക. അപ്പോൾ അവരുടെ തോട്ട്സിനകത്ത് ഓവറോൾ നിങ്ങളാണ് അവർക്ക് വേണ്ടത് എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട്. അതായത് നിങ്ങൾ വേണം, ലൈഫ് ലോങ് നിങ്ങൾ വേണം എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തായാലും ആക്ഷൻ എടുക്കും. പക്ഷേ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ തേർഡ് പാർട്ടീസിനെ ഒതുക്കാനുള്ളൊരു, അല്ലെങ്കിൽ അത് ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. ഇതിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ള സോഡിയക് സൈൻ എന്ന് പറയുന്നത് പൈസീസ് വന്നിട്ടുണ്ട്, ക്യാൻസർ ഉണ്ട്, ജെമിനി ഉണ്ട്, ലിബ്ര ഉണ്ട്, അക്യൂറീസ് ഉണ്ട്, പൈസീസ് എഗെയിൻ വന്നിട്ടുണ്ട്, ആൻഡ് ടോറസ് വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ലിയോ ഉണ്ട്, ടോറസ് എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കിവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഒരു സബ് ചെയ്യുക. നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.